നമ്മളുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പ് സഹായിക്കുന്ന ഒരു ആളുകളാണ് നമ്മൾ ഓട്ടോ ജേർണലിസ്റ്റുകൾ. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളുടെ ശരിയായ റിവ്യൂ കൊണ്ടിരുന്ന ആളുകളാണ് ഓട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള നമ്മളെല്ലാം. ഇന്നും അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വണ്ടിയായിട്ട് വന്നിട്ടുള്ള ഇന്ത്യയിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ബിൽഡ് യുവർ ഡ്രീം വിച്ച് ഇസ് BYD തന്നെ ഏറ്റവും അഡ്വാൻസ് ചെയ്ത് നിൽക്കുന്ന സീലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സിഡാൻ ഫോമിൽ വന്നിട്ടുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള വേൾഡ് കാർ ഓഫ് ദി ഇയറിൻ്റെ 3 ഫൈനലിസ്റ്റിൽ എത്തിയിരുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ മീഡിയ ഡ്രൈവ് ഇവിടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. സോ ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. BYD സീൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ശേഷം റിവ്യൂവിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ഏതോ റിവ്യൂ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചു. നമ്മൾ റിവ്യൂ വരാൻ ലേറ്റ് ആകാൻ കാരണം നമ്മൾ മീഡിയ ഡ്രൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് നമ്മളോട് മീഡിയ ഡ്രൈവ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത്. അതിനിടയ്ക്ക് ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വണ്ടി എടുത്ത് ചെയ്തിരുന്നു. അതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന റിവ്യൂ. എന്തായാലും നമ്മളിപ്പം കൊച്ചിയിലുള്ളത്. കൊച്ചിയിലും ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരും ചെന്നൈ വെച്ചിട്ടല്ല ഡ്രൈവ് നടക്കുന്നത്. സാധാരണ ഉള്ള പോലത്തെ മീഡിയ ഡ്രൈവ് അല്ല. ഇവിടെ വണ്ടി ഓർഗനൈസ് ചെയ്ത് ഇവിടെ മീഡിയാസിനെ വിളിച്ച് ഒരു ദിവസം 2 മീഡിയക്കായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ലോട്ടാണ്, രാവിലത്തെ സ്ലോട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലിമിറ്റ്സ് ഉണ്ട്. നേരത്തെ വേറെ ഏതൊരു ജേർണലിസ്റ്റോ അതോ വ്ളോഗറോ മറ്റാരോ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ അതിൻ്റെ ശേഷം കിട്ടിയപ്പോൾ തന്നെ 55% ബാറ്ററിയിലാണ് കിട്ടിയിട്ടുള്ളത്, വിച്ച് ഇസ് ഫൈൻ. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നില്ല. എന്നാലും ഞാനൊരു ഫുൾ റിവ്യൂ എന്ന രീതിയിലല്ല ഈ റിവ്യൂ കൊണ്ടുവരുന്നത്. ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിട്ടായിരിക്കും. കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. ഈ ഒരു ഉച്ച നേരത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ 4:15 നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം 6 മണിൻ്റെ ഉള്ളിൽ ലൈറ്റ് പോകുമ്പോൾ തീർക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തെന്നല്ലാതെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഡോണ്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ഇലക്ഷനിലുള്ള പ്രചരണം വരെ കളവല്ല പറയാൻ പോകുന്നത്. ഞങ്ങൾ മാർക്കറ്റിങ്ങിനും അല്ല അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം റിവ്യൂ കൊണ്ടുവരുന്നത് റിയൽ റിവ്യൂ ആയിരിക്കും. സോ എൻ്റെ BYD സീലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതാണ്. സോ ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരുന്ന ഏത് മോഡലായിരിക്കും കമൻറ്റിൽ പറയാം. ഏതായാലും ഞാൻ 2-3 മോഡൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. ശരിയാണോ എന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് ഓഫ് കോഴ്സ് പോർഷെ ടൈക്കാൻ്റെ ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ അയോണിക് 6 അതിൻ്റെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ആയിട്ട് പറയണമെങ്കിൽ ഒരു കോൺസെപ്റ്റെല്ലാം പറയണമെങ്കിൽ നമുക്ക് മെർസിഡസിൻ്റെ EQXX എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ. കുറച്ചുള്ള EQS ഒരുപാടൊന്നും എനിക്ക് തോന്നില്ല. ചിലർ പറഞ്ഞെങ്കിലും ഒരുപാട് തോന്നില്ല. ഇത്രയും വണ്ടികളായിട്ട് ഉള്ള ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നില്ല. അതിന് കാരണം എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ്. ആ ഫ്ലോയിൽ വരുന്ന ഡിസൈനിന് ഇങ്ങനത്തെ ലുക്സ് കൊടുക്കാനാണ് മെയിൻലി സാധിക്കുക. പക്ഷേ ഇത് BYDക്ക് ആക്ച്വലി BYDൻ്റെ ഒരുപാട് ഐഡൻറ്റിറ്റി ഉള്ള രീതിയിലുള്ള, ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ലൈറ്റാണ്. താഴെ ബമ്പറിൻ്റെ മേലെ അതുപോലെ തന്നെ ഇവിടെ DRL വരുന്നുണ്ട്. ഇവർ ഓഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലോയി ഡിസൈൻ എന്ന് പറയുന്നത്. അടിയിലെല്ലാം വന്നിരിക്കുന്ന ആ ഒരു സ്പോയിലറെല്ലാം പർപ്പസ്ഫുള്ളാണ്, എയർ ഫ്ലോന് കിട്ടുന്ന രീതിയിലുള്ള. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാതിരിക്കാൻ ബോറടിക്കേണ്ട വെച്ചിട്ട്. കാരണം ഇത് എന്തും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എയറോഡൈനാമിക്സിൻ്റെ പറ്റുന്ന രീതി ചെയ്തില്ല. ഈവൻ വീലടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വീലിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വന്നിരിക്കുന്ന 19-inch വീല്, അതിൻ്റെ ഒരു ഡിസൈനും ഇപ്പോഴത്തെ ഈ എയറോഡൈനാമിക് ഡിസൈനിൽ വരുന്ന രീതിയിൽ കവേർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. ഒരു ഫ്ലോ, ഈ ഒരു സിൽ ഔട്ട്, ഈ ഒരു ഷേപ്പ് എല്ലാം തന്നെ വളരെ ഒരു പ്രോഗ്രസീവാണ്. അതുപോലെ തന്നെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. ആക്ച്വലി ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് ഇപ്പോൾ തുറന്ന് വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങനെ മീൻ ചെയ്യുന്നുണ്ട്. റിയറിലേക്ക് വരുമ്പോഴും ഒരു കോട്ട ഗ്ലാസ്സെല്ലാം വരുന്നുണ്ട്. ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു ചെറിയ വണ്ടിയായി തോന്നുന്നുണ്ടെങ്കിലും BMW 3 Series ഗ്രാൻഡ് ലിമോൻ്റെ അത്രയും ലെങ്ത് ഉണ്ട്. റിയറിലേക്ക് വരുമ്പം ഓവർ ഹാങ് കുറവായതുകൊണ്ടും ചെറിയൊരു ബൂട്ടായതുകൊണ്ടും ശരിക്കും ഒരു നോച്ച് ബാക്ക് ലുക്കുള്ള, പക്ഷേ ആക്ച്വലി ഒരു പ്രോപ്പർ ബൂട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന 400 ലിറ്ററിൻ്റെ ബൂട്ടാണ്. പക്ഷേ ഒരു ഡ്രോബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ബൂട്ടിന് ചെറിയ കളിയുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഡ്രോബാക്ക് അതല്ല കേട്ടോ. ഡ്രോബാക്ക് ഉള്ളതിൽ സ്പെയർ വീൽ വരുന്നില്ല, പഞ്ചക്കിറ്റ് മാത്രമേ ഉള്ളൂ. ആ സ്പേസ് ഇല്ല. റിയറിൽ ആക്ച്വലി മോട്ടറും കാര്യം വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് കൂട്ടാൻ പറ്റില്ല. ആക്ച്വലി ബാറ്ററി വരുന്നത് സെൻട്രലാണ്. ബാറ്ററി വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പ് വേരിയൻസ് വരുന്നുണ്ട്. ഇത് റിയർ വീൽ ഡ്രൈവ് സിംഗിൾ മോട്ടറാണ്. 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള വരുന്നതിന് ഫ്രണ്ടിൽ മോട്ടർ വരുന്നുണ്ട്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു 50 ലിറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള ബൂട്ട്, അതും കൂടെ കൂടി ചേരുമ്പോൾ 450 ലിറ്റർ ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്കിൽ ഇതിൻ്റെ ലുക്ക്. മഴക്കാർ വരുന്നുണ്ട്, അതിൻ്റെ മുമ്പ് ഞാൻ തീർക്കട്ടെ. സോ ഈ ഒരു ലുക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞ വണ്ടികളായിട്ട് സിമിലാരിറ്റി തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കമൻറ്റിൽ വരാം. എന്തായാലും 4 കളേഴ്സിലുള്ള ഒരു ബ്ലൂ ചേർന്നിട്ടുള്ളൊരു സിൽവർ കളറാണ് നമുക്ക് കിട്ടിയില്ല. ഇതിൻ്റെ പുറമെ 3 കളേഴ്സും കൂടി ഉണ്ട്. അതെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണാം.
BYD സീലിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും മറ്റുള്ള കാറുകളിൽ നിന്ന് വളരെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ചുകൂടി ക്യാരക്ടർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന BYDയുടെ EV6 ആണ് കുറച്ചുകൂടി ഒരു ബേസിക് ഡിസൈനാണ്. പക്ഷേ ആറ്റോ 3 വന്ന് വളരെ ഫാൻസിയർ ആയിട്ടുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ രണ്ടിനും ഗുണവും ദോഷവും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം ഓരോ മാർക്കറ്റ് സ്റ്റഡിയെല്ലാം ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സീലിൽ വന്നിരിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. മോഡേൺ ആണ്, ഫാൻസിയാണ്, പേർപ്പസ്ഫുള്ളാണ്, എന്നാൽ ഹൈ ക്വാളിറ്റി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നൊരു ഇൻറ്റീരിയറുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അട്രാക്ഷനായിട്ട് നിൽക്കുന്ന ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന ഈ വലിയൊരു സ്ക്രീൻ തന്നെയാണ്. ഈ സ്ക്രീന് നേരത്തെ നമ്മൾ BYDയുടെ ആറ്റോ 3 കണ്ടിട്ടുണ്ടായിരുന്നു. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഈ ഒരു ബട്ടണിൽ ചെയ്യാം, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിലെല്ലായിട്ട് ചെയ്യാൻ പറ്റും. ബട്ടണിൽ ആക്ച്വലി ടച്ചിൽ ചെയ്യാം. റൊട്ടേറ്റ് ചെയ്താൽ ഇതിങ്ങനെ വേർട്ടിക്കലായിട്ട് നമ്മൾ സാധാരണ പോർട്രേറ്റ് മോഡ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറും. ഫോണ് ടാബെല്ലാം ഉപയോഗിക്കുന്ന കുറച്ചുകൂടി കണക്റ്റ് ആവുന്നുള്ളതാണ് അവരുടെ ക്ലെയിം. ഇത് നമ്മളിന്ന് പല വണ്ടിയിലും കണ്ടിട്ട് വോൾവോ ആയിരുന്നു ഈ ഒരു ഫോർമാറ്റ് ഇനീഷ്യലി കൊണ്ടുവന്നത്. അതും വോൾവോൻ്റെ ഒരു ചൈനീസ് ഇൻവോൾവ്മെൻറ്റ്, ഗീലി എടുത്തതിൻ്റെ ശേഷമുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഇപ്പം നമുക്കറിയാം ടോപ്പ് ഓഫ് ദി റേഞ്ച് ആയിട്ട് നിൽക്കുന്ന S ക്ലാസ്സിലടക്കം ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റുള്ളത്. പക്ഷേ ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഐ ലൈക്ക് ദിസ് ലാൻഡ്സ്കേപ്പ് മോഡ് മോർ. അങ്ങനെ തിരിയുന്ന ആൾ കാണാൻ രസമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ക്രീനാണ് ഒരു മുഖ്യമായിട്ടൊരു ആകർഷണം. അത് ഫാൻസിയറാണ്, പേർപ്പസ്ഫുള്ളാണ്. ഈ സ്ക്രീനിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ സ്ക്രീനുണ്ട്, ഒരു ചെറിയ സ്ക്രീന്. അതിലും ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീനിൻ്റെ ഉള്ളിലുള്ള ഗ്രാഫിക്കും ആ കളർ കോമ്പിനേഷനും വളരെ ഐ പ്ലീസിങ് ആണ്. ലൈറ്റർ കളറാണ്. അത് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ട്. അത് ഞാൻ ഡ്രൈവിൽ പറയാം. ഇനി നമുക്കിവിടെ ഇരിക്കുമ്പം കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് കൺട്രോൾസാണ്. ബേസിക്കലി ഇവിടെ കുറച്ച് ബട്ടൺസ് വരുന്നുണ്ട് സെൻറ്റർ കൺസോളിൽ. ഗിയർ സെലക്ഷൻ, ഡ്രൈവ് സെലക്ടേഴ്സാണ്, ഗിയറില്ല. ആ ഡ്രൈവർ സെലക്ടർ നോബ് നമുക്ക് BMW കണ്ടത് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു നോബിൽ വന്നിട്ടുണ്ട്, അട്രാക്റ്റീവാണ്. അതിൻ്റെ ചുറ്റും കുറച്ച് ബട്ടൺസ് ഉണ്ട്. അതിലൊന്ന് AC ഓൺ ഓഫ് ആക്കുന്നത്, അതുപോലെ തന്നെ ഓട്ടോ മോഡിലേക്ക് ഇടാം. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഡ്രൈവിൻ്റെ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്ന 2 റോട്ടറി ഉണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ റോട്ടറി ഉണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു പാർക്കിംഗ് സെൻസറും അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡറിലുള്ള ബട്ടൺസാണ്. ഇതിവിടെ നീറ്റ്ലി ലേഔട്ട് ഉണ്ട്. പക്ഷേ ബാക്കി അത് കഴിഞ്ഞ് എന്ത് സംഗതി നമുക്ക് സ്ക്രീനിൽ തന്നെ പോകണം. സ്ക്രീനിൽ ഹോം ബട്ടണിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഐക്കൺസ് കാണാം. ഈ ഐക്കൺസിൽ നമുക്ക് ഇതിൽ മ്യൂസിക്, സ്പോട്ടിഫൈയിലെ മ്യൂസിക്കും അതുപോലെ തന്നെ റേഡിയോ, നമ്മൾ മീഡിയ സെൻറ്റർ കൺട്രോൾ ചെയ്യുക, അങ്ങനെ പല രീതിയിലുള്ള മ്യൂസിക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡൈനാഡിയോയുടെ സൗണ്ട് സിസ്റ്റം വരുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ്. വളരെ ടോപ്പ് എൻഡ് ഒന്നുമല്ല, എന്നാലും ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഇവിടെ നമുക്ക് മെയിൻലി 3 ഐക്കൺ വയ്ക്കാം. അതിലിപ്പോൾ ഇതിൽ ഫോണും സ്പോട്ടിഫൈയും റേഡിയോ ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് പിന്നെ വേണ്ട ഒരു മെയിൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ AC കൺട്രോൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ. അത് ഫുള്ള് ഇവിടെ വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ടോഷറ്റ് ഐക്കണിൽ കണ്ട തരത്തിൽ നമുക്ക് എയർ വെൻറ്റിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലും സ്ക്രീനിൽ ചെയ്യണം. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. വേൻ്റെ ഡയറക്ഷനൊക്കെ കൊടുക്കാനെല്ലാം എളുപ്പമാണ്. അതേപോലെ തന്നെ ഇതിൽ മറ്റൊരു മോഡുള്ളത് സ്വിംഗ് എന്ന് പറഞ്ഞ മോഡാണ്. സ്വിംഗ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ AC-ലുള്ള സ്വിംഗ് പോലെ ഉണ്ട്. അതിൽ തന്നെ പല മോഡുകളും സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ഫിസിക്കലി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ആ കൺട്രോൾ ചെയ്യാനുള്ളൊരു സംഗതി ഇല്ല. എയർ ഫ്ലോ ഇസ് ഓൾ ഗുഡ്. ഈ ഒരു ഭാഗത്തുള്ള എയർ ഫ്ലോ ആക്ച്വലി ഈ ഒരു സ്ക്രീനിൻ്റെ ഇടക്ക് വരുന്നത് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ കൈമേൽ അടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ഫ്ലോ ചെയ്യുമ്പോൾ അങ്ങോട്ടോട്ട് പോകുന്നതായിട്ടെല്ലാം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. AC ഏതായാലും കൂളാവുന്നുണ്ട്. പക്ഷേ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സൺറൂഫ്, പാനോറമിക് സൺറൂഫ് ഉണ്ട്. അതാണെങ്കിൽ കവേർഡും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചൂടിൽ ഇത് ചൂടാവുന്ന എളുപ്പം ചൂടാകുന്നുണ്ട്. പക്ഷേ AC എഫക്റ്റീവായിട്ട് കൂൾ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജിൽ. മറ്റൊരാണ് ഡിസഡ്വാൻറ്റേജിൽ. പിന്നെ ഇതിലുള്ള എല്ലാ കൺട്രോൾസും ഉണ്ട്, ഒരുപാട് കൺട്രോളുകളുണ്ട്. മെയിനായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു സ്വിംഗ് മോഡ്. അതിൽ നമുക്ക് സ്വിംഗ് ചെയ്യാൻ സ്മാർട്ട് എയർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനുണ്ട്. അയോണൈസ് ചെയ്തിട്ടുള്ള എയറാണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനിൽ ഇവിടെ ചെറിയൊരു ഐക്കൺ കാണാം. ഈ ഐക്കൺ ഇട്ടാൽ സ്ക്രീനിനെ ചെറുതാക്കിയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ മറ്റേ സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിൻഡോസ് ഓപ്പൺ ചെയ്യുന്ന പോലെ മിനി വേർഷൻ ഓഫ് വിൻഡോ വരും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ പോസ് ചെയ്യുന്ന ബട്ടണും മറ്റതെല്ലാം ഇവിടെ ഉണ്ട്. സ്ക്രീൻ ഓഫ് ചെയ്യാവുന്ന ബട്ടൺ ഉണ്ട്. അതെല്ലാം നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം തന്നെ ടച്ച് റിലേറ്റഡ് ആണ്. ഇനി കുറച്ചുകൂടി ഹാർഡ്വെയറിലേക്ക് വരികയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ, സ്പോട്ടി ക്യാരക്ടർ ഉണ്ട്, ഫ്ലാറ്റ് ബോട്ടമാണ്, സെൻട്രലിൽ ഒരു നല്ലൊരു ഹബ്ബ് വന്നിട്ടുണ്ട്. ചുറ്റുമായിട്ട് ബട്ടൺസ് ഉണ്ട്, എല്ലാം മൾട്ടി ഫങ്ഷണൽ, ടച്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മിസ്റ്റേക്ക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റി ഈസ് ഗുഡ്. എല്ലായിടത്തും നല്ല സ്ട്രോങ് ഒരു ഫിറ്റ് ഫിനിഷ് ഉണ്ട്. സെൻട്രൽ കൺസോളൊന്നും ഇളകുന്നൊന്നുമില്ല. ഒരു ചൈനീസ് ബ്രാൻഡ് ആണെങ്കിൽ കൂടി നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ 2 ഫോൺ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്, 2 ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. ഇവിടെ ലെതറും വരുന്നുണ്ട്, ആൽക്കൻഡാറും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ആൽക്കൻഡാർ നമുക്ക് ഇവിടെ എല്ലാം തന്നെ ടച്ച് ചെയ്യുമ്പോഴുള്ള ഫീൽ ഇസ് ക്വൈറ്റ് ഗുഡ്.
കുറച്ചുകൂടി പ്രീമിയം ഫീലാണുള്ളത്. സെൻറ്റർ കൺസോളിലാണ് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നത്. നല്ല രസത്തിൽ ഒഴുക്കം മട്ടത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് വരുന്നുണ്ട്, അതും ഡീപ്പായിട്ടുള്ള സ്പേസാണ്. ഇനി നമുക്കിവിടെ ഇരിക്കുമ്പം ബാറ്ററി കാര്യമുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. ഞാൻ ഡ്രൈവ് ലൈനെ കുറിച്ച് പറയാം. ഇത്രയും കന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ടച്ച് ഇവിടെ കിട്ടി. ഇനി ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പം സീറ്റാണ്. സീറ്റ് കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള 1 പീസ് ബാക്ക് റെസ്റ്റ് ആയിട്ടുള്ള സ്പോട്ടി സീറ്റുകൾ. ഇത് നമുക്ക് വെന്റിലേറ്റ് ചെയ്യാനും ഹീറ്റ് ചെയ്യാനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ക്വൈറ്റ് ഗുഡ്. പക്ഷേ ഒരു ഡ്രോബാക്ക് ഉള്ള തൈ സപ്പോർട്ട്. ഈ ഒരു ഷേപ്പെല്ലാം നല്ലതായിരുന്നു, പക്ഷേ തൈ സപ്പോർട്ട് എനിക്കൊരു 3 ഫിംഗറിന് ലാക്ക് ചെയ്യുന്നത്. ഞാൻ അത്ര ഹൈറ്റുള്ള ആളൊന്നുമില്ല, 5.8 ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഡ്രോബാക്ക് ആയി തോന്നിയില്ല, ആകെ ഇതിൻ്റെ തൈ സപ്പോർട്ട് കുറവുള്ളൂ. പക്ഷേ സീറ്റിൻ്റെ സപ്പോർട്ട് കംഫർട്ടെല്ലാം തന്നെ അടിപൊളി, നല്ല രസമുള്ള സ്റ്റിച്ചിങ് എല്ലാം വന്നില്ല, വിച്ച് ഓൾ ലുക്ക് വെരി അട്രാക്റ്റീവ്. റിയർ സീറ്റ് ഞാൻ റിയറിൽ ഇരുന്നിട്ട് തന്നെ പറയാം, അത് പറയേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് പറയാം. പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് വളരെ പ്രീമിയം ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ഫീലുണ്ട്. അത് ശരിക്കും BYD സീലിലൂടെ സീൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു ടോപ്പ് 3 കണ്ടൻറ്റേഴ്സിൽ WCOTയിൽ വന്നിരുന്ന ഒരു കാറാണ്. അതിനൊരു കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇത് വേൾഡ് മാർക്കറ്റ് ചെയ്യുന്ന വണ്ടിയായിട്ടുണ്ട്. അതുപോലെ BYD ആസ് എ ബ്രാൻഡ് ഇന്നിപ്പം ടെസ്ലനേക്കാളും അധികം ഇലക്ട്രിക് കാർ വിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ ചില മാർക്കറ്റിലുള്ള പെനിട്രേഷൻസ് വെരി ഹൈ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കൊറിയയിൽ EV9 ഡ്രൈവിന് പോയപ്പം എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്ന ബാക്കിയുള്ള ഓസ്ട്രേലിയയിൽ നിന്നുള്ള മീഡിയാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ മാത്രം ഒരു ഇന്ത്യനും, നമ്മളെ കൂടെ കിയയുടെ തന്നെ കോപ്കോം ആയിട്ടായിരുന്നു മോണിക്ക ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ ഇരുന്ന കിയയുടെ ഒരു സീനിയർ ഒഫീഷ്യൽ മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പുള്ളി നമ്മളെല്ലാം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബേസിക്കായിട്ട് ഇലക്ട്രിക് കാറിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അന്ന് അവരുടെ ടോപ്പിക്ക് വന്നത് തന്നെ BYD ആണ്. BYD എത്രത്തോളം അവിടെ സക്സസ്ഫുൾ ആണ്, എത്ര ഫാസ്റ്റ്ലി ഗ്രോ ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയ ഒരു മാർക്കറ്റായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ആ ഗ്രോത്ത് നമുക്ക് കാണാം, ഗ്ലോബലി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പലയിടത്തും പല ജേർണലിസ്റ്റുകളും വണ്ടി ഓടിക്കാൻ സാധിച്ചു, എക്സ്പീരിയൻസ് അയച്ചു. അതിലത്രയും നല്ലതായതുകൊണ്ടാണ് ഈ ഒരു വോട്ടിങ്ങിലെല്ലാം തന്നെ BYD കയറി വന്നത്. അതാണ് ഒരു ഫാക്ടർ. അപ്പോൾ അത് ശരിക്കും ക്വൈറ്റ് ഇംപ്രസീവ്, ക്വൈറ്റ് ഐ ഓപ്പണിംഗ് ഫോർ മീ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. And that is something which really had jaw dropped me when I saw that final 3 list BYD seal. ഞാൻ ടോപ്പ് 10 കണ്ടപ്പോൾ തന്നെ ഐ എം ഓക്കെ, അതെല്ലാം ഉണ്ടാവും. 3-ലെത്തും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് വൺ, ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് വൺ. അതന്നെ എനിക്ക് പറയാം. ലെറ്റ്സ് ഗോ ടു റിയർ സീറ്റ്. പുറമേ നിന്ന് കാണുമ്പം ചെറിയൊരു വണ്ടി, ചെറിയ റിയർ ഡോർ അല്ലേ, പക്ഷേ ഞാൻ കയറിയിട്ടില്ല. എത്ര ഈസിയാണ്, വളരെ കംഫർട്ടബിളി കയറാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ റിയറിലാണെങ്കിലും കാണുന്ന പോലല്ലേ. ആക്ച്വലി ഇത് ബിഗ് കാർ. ഞാൻ പറഞ്ഞല്ലോ BMW 3 Series ഗ്രാൻഡ് ലിമോൻ്റെ അത്രയും സൈസ് വരുന്നുണ്ട്. അത് നല്ലോണം ഇൻറ്റീരിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിയറാണ്. റിയറിൽ ആ പറഞ്ഞ ഫ്രണ്ടിൽ പ്രശ്നമില്ല, തൈ സപ്പോർട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക കുഷനി ഫീലുണ്ട് സീറ്റിന്, നല്ലൊരു സ്ലാൻഡിങ് ഉണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ സപ്പോർട്ട് ഇസ് അമേസിങ്. പുറത്തേക്കുള്ള വ്യൂ നല്ലതാണ്. ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. പിന്നെ ഈ പാനോറമിക് സൺറൂഫ് കൂടുതലുണ്ട്. ഈ ക്ലോസ്ട്രോഫോബിക് ഫീലുള്ള ആളുകൾക്ക് തന്നെ ഒരു വിഷയം ഉണ്ടാവില്ല. റിയറിലെ ഗ്ലാസ് ചെറുതാണ്, അത് നമുക്ക് ഫ്രണ്ടിലും റിയർ വ്യൂ നോക്കുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ആ റൂമിനെസ് എല്ലാം തോന്നിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കപ്പ് ഹോൾഡർ അടക്കമുള്ള ഈ ഒരു ഹാൻഡ് റെസ്റ്റ് താത്തി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്ക് സീറ്റ് ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ മുതലാളിമാർക്ക് പറ്റും. അതിന് പറ്റുന്ന രീതിയിലാണിത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ട് 3 പേർക്കും അത്യാവശ്യം ഇരിക്കാം. ഇരുന്ന് കാണിച്ചു തരാം. കുറച്ചൊന്ന് ബമ്പി ആയിട്ടാണ് ഫ്രണ്ടിലെ സീറ്റ് ഉള്ളത്, സെൻറ്ററിലെ സീറ്റ് ഉള്ളത്. പക്ഷേ അതൊരു കുട്ടികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. 2 വലിയ ആൾക്കാരോട് ഇരുന്ന് കുട്ടി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഈ വലിയൊരാളിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരുന്ന് പോകാൻ പറ്റും. നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കൂടെ ഉള്ളതുകൊണ്ട് 2 സൈഡിലും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ 2 ചെറിയ പോക്കറ്റ്സ് ഉണ്ട്, വലിയൊരു പോക്കറ്റ് ഉണ്ട്. കാലുള്ളോട്ട് വെക്കുന്നത് കുറച്ച് ടൈറ്റാണ്, കാരണം നമ്മൾ വെക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ കുറച്ച് ഡീപ്പായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം സീറ്റും ഫ്ലോറും തമ്മിലുള്ള ഹൈറ്റ് കുറവാണ്. കാരണം അവിടെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വൈറ്റ് ഇംപ്രസ്ഡ് ആണ് ഇൻറ്റീരിയറിൽ. ഞാൻ നേരത്തെ കണ്ട പോലെയല്ല. ഈ ഒരു സ്ക്രീനിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് കാണിക്കാം. അത് 360 ക്യാമറയാണ്. അതാ ആ ട്രക്ക് നീങ്ങുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സൈഡിലും ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ BYD E6 ഉണ്ട് നമ്മൾ ട്രാക്കിങ്. റിയർ സൈഡ് മാത്രം, മറ്റേ സൈഡ് ഫ്രണ്ടിലൊരു 180 ഡിഗ്രിയും റിയറിൽ 180 ഡിഗ്രിയും, സൈഡ് 2 അതിൽ തന്നെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ വണ്ടിൻ്റെ അടിയിൽ നിൽക്കുന്ന ഭാഗവും കാണിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിലും ഇത് ഓൺ ആവുന്നുള്ളതാണ്. പലപ്പോഴും മറ്റേ വണ്ടികളെല്ലാം നമ്മൾ കണ്ടു ഡ്രൈവിൽ ഒരു സ്പീഡ് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. ആഹാ, അത് സൗണ്ട് കേട്ടില്ലേ, ഷോക്ക് ലാൻഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ലൊരു ക്യാമറ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പനോർമ ക്യാമറ ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റിയും അടിപൊളിയാണ്. റണ്ണിങ്ങിലാണെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്.
ഇലക്ഷന്റെ കാലത്ത് റെയ്ഡ് ഇട്ടാൽ പോലും നമുക്ക് കേൾക്കാവുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എന്താ പറയുക പ്രചരണങ്ങളും അതിന്റെ പരസ്യങ്ങളാണ്. കൂടുതലും പരസ്യങ്ങളാണ് പ്രചരണത്തിന്റെ. അതിലെല്ലാം നമ്മൾ കേട്ടു വന്നിട്ടുള്ളതും കേൾക്കുന്നതെല്ലാം തന്നെ പല വാഗ്ദാനങ്ങളാണ്. പകുതി മുക്കാലും നടക്കാറില്ല. നടത്തണം എന്ന് വെച്ചിട്ടല്ല പറയുന്നതും. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപാട് കളവെല്ലാം പറഞ്ഞിട്ടാണ് പല പ്രചരണങ്ങളും നടക്കുന്നത്. എനിവേ, ഈ ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാൻ ഒരു കാരണമുണ്ട്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉണ്ടാവുന്ന ഒരു വാഗ്ദാനമാണ് റേഞ്ച്. ഈ റേഞ്ചിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം ഏറ്റവും അധികം കറക്റ്റ് റേഞ്ച് ക്ലെയിം ചെയ്യുന്നതെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ബ്രാൻഡ് BYD ആണ്. അതിന് മുഖ്യമായിട്ടുള്ള എൻ്റെ ഒരു കാരണം BYDയുടെ ബ്ലേഡ് ടെക്നോളജിയാണ് ബാറ്ററിക്ക് വന്നിരിക്കുന്നത്. സോ അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഈവൻ ടെസ്ല പോലും യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ടെസ്ല എല്ലാ കാര്യത്തിലല്ല, ടെസ്ലയുടെ പ്ലേറ്റ് മോഡലിൽ വന്നിരിക്കുന്ന ടെക്നോളജിയാണത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലായിടത്തോളം BYDയുടെ ഏറ്റവും ഡിസ്റ്റിങ്റ്റ് ആവുന്ന കാര്യം. പുറമെ ലുക്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഡിഫറൻസും അതിൻ്റെ എയറോഡൈനാമിക്സും BYD എന്ന ബ്രാൻഡിൻ്റെ യുണീക്നെസ് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാലും ഏറ്റവും അധികം റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് മീറ്റ് ചെയ്യുന്നൊരു ബ്രാൻഡ് BYD ആയിട്ടാണ് എക്സ്പീരിയൻസ് ഒന്നും മനസ്സിലാകുന്നത്. ഇത് ഞാൻ വെറുതെ പറയില്ല. നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ BYDയുടെ E6 ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ Atto 3 ഉപയോഗിക്കുന്നവരെല്ലാം ഉണ്ട്. അവരെല്ലാം തന്നെ ഈ വണ്ടി വാങ്ങിയിരിക്കുന്നതും ഈ റേഞ്ചിൻ്റെ ക്ലെയിം മനസ്സിലായിട്ടാണ്. അപ്പം നമ്മളെ സർക്കിളിൽ ആക്ച്വലി ഫസ്റ്റ് വണ്ടി വാങ്ങിയുന്ന ഒരു E6 ആയിരുന്നു. അത് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ ആസിഫ് അലിയാണ്. അപ്പോൾ ആസിഫ് അലി അത് വാങ്ങി അതിൻ്റെ റേഞ്ച് ക്ലെയിം എല്ലാം കറക്റ്റാണെന്ന് മനസ്സിലെടുത്ത ശേഷം ആ ഒരു സർക്കിളിൽ ഒരുപാട് E6കൾ വന്നിട്ടുണ്ട്. അവർ തന്നെ ചിലരെല്ലാം തന്നെ Atto 3 വാങ്ങിയിട്ടുണ്ട്. കാരണം E6ൽ ക്ലെയിം ചെയ്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവരുടെ പേഴ്സണൽ പർപ്പസിനും അതുപോലെ തന്നെ ഒഫീഷ്യൽ പർപ്പസിനും എല്ലാം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്ത് 55% ഒന്നും ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കൊരു കാൽക്കുലേഷൻ വേണ്ടി 50 എടുത്ത സമയത്ത് ഉള്ള റേഞ്ച് ഞങ്ങൾക്ക് കാണിക്കാം. അത് ഇക്കോ മോഡലും നോർമൽ മോഡലും 1 കിലോമീറ്റർ ഡിഫറൻസിലുള്ള ആ ഒരു റേഞ്ച് ഇൻറ്റു 2 കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിയൽ റേഞ്ച്. വിച്ച് ഇസ് 650 ക്ലെയിം ചെയ്യുന്ന റേഞ്ചിനായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല. അത് ഇതിൻ്റെ മുമ്പ് ഓടിക്കുന്ന ആളുടെ ശൈലി അനുസരിച്ചിട്ട് കുറച്ച് കുറഞ്ഞേക്കാം. ഇനി ഞാൻ ഓടിക്കുന്നത് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം റേഞ്ച് കുറച്ച് കൂടിയേക്കാം. എന്തായാലും പറയുന്ന റേഞ്ച്, ക്ലെയിം ചെയ്യുന്ന റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് BYDയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. അതിപ്പോൾ നമ്മൾ സ്പോർട്ട് മോഡ് ആക്കുമ്പോൾ 9 കിലോമീറ്ററിൻ്റെ ഡിഫറൻസ് മറ്റാണ് ആക്ച്വലി ഡിഫറൻസ് കാണിക്കുന്നത്. ചിലപ്പോൾ ഓടിക്കുന്ന ഡിഫറൻസ് അനുസരിച്ച് മാറുന്നുണ്ട്. എങ്കിലും ഇക്കോ ആൻഡ് നോർമൽ മോഡൽ പെർഫോമൻസിലുള്ള വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് കിട്ടുന്ന റേഞ്ചിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളത് തന്നെയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള കാര്യം. അത് ഞാൻ അടിവരട്ട് പറയുകയാണ്. E6ലാവട്ടെ അതുപോലെ തന്നെ Atto 3ലാവട്ടെ എല്ലാം തന്നെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ദിസ് ബ്രാൻഡ്. Build your dream. എൻഡ്ലെസ് ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ തിരിച്ച് കളിക്കാവുന്ന ഒരു കാര്യം കൂടിയായിട്ട് ഈ ഒരു സ്ക്രീനിൻ്റെ തിരിക്കലുമ്പോഴുള്ള ഫീൽ എനിക്ക് കിട്ടുന്നത്. കാരണം ഇറ്റ്സ് എ ഫണി തിങ്. ബേസിക്കലി പർപ്പസ്ഫുൾ ആണ്. എങ്കിലും എനിക്ക് രണ്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ഐ എം മോർ ഹാപ്പി വിത്ത് ദിസ് വേ. ഈ ലാൻഡ്സ്കേപ്പിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ഇത്രയും വലിയ സ്ക്രീനുണ്ട്. പോർട്രേറ്റ് ആണെങ്കിൽ രസമെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത്രയും വലുതായതുകൊണ്ട് മൊത്തം സ്ക്രീൻ നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം സ്ക്രീൻ തന്നെ. ഇപ്പോൾ താഴേക്കെല്ലാം നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പോർട്രേറ്റ് ഷെയ്ഡിലിടുമ്പോൾ നമുക്ക് താഴേക്കെല്ലാം വിസിബിലിറ്റി കുറയുന്നുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ദിസ് വേ. എന്തായാലും ചെറിയൊരു ഗാഡ്ജറ്റ്സ് ടു മേക്ക് ദ ടൈം ബെറ്റർ. എന്തായാലും ഈ ഒരു എൻഡ്ലെസ് ട്രാഫിക് സിഗ്നൽ എത്ര നേരെയാണ് നോക്കുന്നത്. ഇറ്റ്സ് ഗുഡ് ഫൺ. ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് പെർഫോമൻസ് കാണിക്കാൻ സ്പോട്ട് ഇട്ട് വാവ്. എൻ്റെ ക്യാമറമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു. എനിവേ, ഇതാണ് നമുക്ക് കിട്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് വൈസ് ദിസ് ഇസ് നോട്ട് ദ മോസ്റ്റ് പെർഫോമിംഗ് മോഡൽ. പെർഫോമൻസ് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, പ്രീമിയം എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പെർഫോമൻസ് ആണത്. 313 HP ആണ് പവർ, 390 Nm ടോർക്ക് ഉണ്ട്. ഇത് രണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ റിഫ്ലക്റ്റ് ആവുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. വിച്ച് ഇസ് ക്വൈറ്റ് എക്സൈറ്റിംഗ്.
ഇപ്പോൾ നമ്മളിപ്പോൾ സ്പോർട്ട് മോഡിലിട്ട് ഒന്നുകൂടെ ഒരു ഓവർടേക്കിങ്ങിന് വേണ്ടി. വാവ്. അപ്പോൾ ഇതിൽ കിലോ വാട്ട് കാണിക്കുന്നുണ്ട്, വിച്ച് ഇസ് ലൈക്ക് നമ്മളിപ്പോൾ റിക്കവറിറ്റി ആകുമ്പോൾ മൈനസിൽ പോകുന്നുണ്ട്, പ്ലസ് ആകുമ്പോൾ കിലോ വാട്ട് കാണിക്കുന്നതെല്ലാം തന്നെ ഭയങ്കര രസമുണ്ട് കാണാൻ. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, ഏതൊരു ഇലക്ട്രിക് കാറിൽ ഉണ്ടാകുന്ന ആ ത്രസിപ്പിക്കുന്ന ആ പെർഫോമൻസ്, ഓട്ടോണമസ് ഓൾസോ വർക്കിംഗ് വെരി വെൽ. ഒരാൾ ക്രോസ് ചെയ്ത് വളരെ ദൂരത്ത് നിന്നാലും ബ്രേക്ക് ചെയ്തു, വിച്ച് വാസ് വെരി എഫക്റ്റീവ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആസ് എൻ എന്തൂസിയാസ്റ്റ്. ശരിക്കും നമുക്ക് ഒരു എന്തൂസിയാസ്റ്റിനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന വേരിയൻറ്റ് 12 മോട്ടർ ആയിട്ടുള്ള വേരിയൻ്റാണ്. അതിനാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല, അത് ആർക്കും കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള ഫാക്ടർ. ഇവരുടെ ഡെമോ ക്ലാസ്സിലെല്ലാം ഈ ഒരു വേരിയൻ്റ് വന്നിട്ടുള്ളൂ. പിന്നെ അത് 2 മാസം കഴിഞ്ഞിട്ട് മറ്റാണ് ലോഞ്ച് തന്നെ ചെയ്യുന്നത്, മീൻ മാർക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോഴേ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ റിവ്യൂ കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ശരിക്കും എക്സൈറ്റ് ആയിട്ടുള്ളൊരു മോഡലായിട്ടാണ് എനിക്ക് ഗ്ലോബൽ റിവ്യൂ എന്ന് മനസ്സിലായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ WCOTൻ്റെ മെയിൻ അവാർഡിൽ കാർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡിലേക്ക് ഫൈനൽ ലിസ്റ്റിൽ 3 കാറിൽ ഒന്നായി മാറിയിരുന്ന കാറാണിത്. എന്തായാലും ആ ടോപ്പ് 3 വന്ന വണ്ടികൾ എല്ലാം തന്നെ ഒന്നിനൊന്നും വെച്ചായിരുന്നു. ഇതിൻ്റെ ഒരു കേസിൽ നമുക്ക് അന്ന് ഡ്രൈവിന് ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റിലാണ് കോൾ വന്നത്. അതിലാകെ നമ്മളെ കൂട്ടത്തിൽ സിദ്ധാർത്ഥ പാട്ടക്കറിന് മാത്രം പോകാൻ പറ്റിയത്. കാരണം സിദ്ധാർത്ഥ അന്ന് ഓൾറെഡി യൂറോപ്പിൽ ഉണ്ടായതുകൊണ്ട് അവർക്ക് അത് ഡ്രൈവ് ചെയ്യാൻ പറ്റി. നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ദുബായിലോ മറ്റും ഡ്രൈവ് ചെയ്യണമെന്ന് വെച്ചായിരുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ BYD ലോഞ്ച് ചെയ്തപ്പം പറഞ്ഞു വീഡിയോ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ആൻഡ് വെയിറ്റ് ചെയ്തപ്പോൾ ചെറിയ ഡിസപ്പോയിൻമെൻ്റ് ഉള്ള ഈ പറഞ്ഞ പെർഫോമൻസ് ഉള്ള വേരിയൻ്റ് ഇല്ല, 12 മോട്ടറായിട്ടുള്ള വേരിയൻ്റ് വന്നിട്ടില്ല എന്നുള്ളത്. എനിവേ ഇപ്പം ആ ഡിസപ്പോയിൻമെൻറ്റിലൊരു ആശ്വാസമുണ്ട്. അതായത് ഈ ഒരു സിംഗിൾ മോട്ടർ ആണെങ്കിലും പെർഫോമൻസ് വൈസ് ബ്രില്യൻറ്റ്. ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ സ്പോർട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ മാറ്റി ഇക്കോ മോഡൽ നോർമൽ മോഡൽ ഇടുമ്പോഴും ഇടാം ചെറിയ കൊടുക്കുമ്പോൾ തന്നെ ആ ഫീല് കിട്ടുന്നുണ്ട്. അത് നോർമൽ മോഡലാണ്. പക്ഷേ ഇക്കോ മോഡൽ ശരിക്കും ആ ഡിഫറൻസ് ഭയങ്കര ലീനിയർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അത് റേഞ്ചിൽ വലിയ വ്യത്യാസം കാണിക്കുന്നില്ല. റേഞ്ചിൽ 1 കിലോമീറ്റർ ഡിഫറൻസുള്ള നോർമൽ മോഡലും ഇക്കോ മോഡലും കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ലീനിയർ പവർ ഡെലിവറി, എസ്പെഷ്യലി നമ്മൾ ഈ സിറ്റിയിലെല്ലാം ആകുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പോൾ പോകുമ്പോൾ ട്രാഫിക്കിലാകുമ്പോൾ, അല്ലെങ്കിൽ ഈ ഡ്രൈവറിനുള്ള കൊടുക്കുകയാണെങ്കിൽ ഇക്കോ മോഡിൽ പോകാൻ പറഞ്ഞാൽ മതി. കാരണം ചില സമയത്ത് ഈ പെർഫോമൻസ് ചിലപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സ്പോർട്ട് മോഡിൽ തന്നെ ഇട്ട് ആ ഒരു പവർ വന്ന് ഇനീഷ്യലിനേക്കാളും പവർ കയറി വരുമ്പം ഉള്ളൊരു ഫീലുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്രിനൽ റഷ് കയറി വരുന്ന ഒരു എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊരു ലൈറ്റ്നിങ് ഫീൽ കിട്ടുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടാത്തൊരു കാര്യമായിട്ട് എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് മിസ്റ്റേക്സ് പറ്റുക. നമ്മൾ ഓവർ സ്പീഡ് പോകണമെന്നില്ല, പക്ഷെ ആ ഒരു ക്വിക്നെസ് തന്നെ ചിലപ്പം തിരിച്ച് അടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി വെരി കെയർഫുൾ. സോ ഞാനിപ്പോൾ ഡ്രൈവിംഗ് ആസ്പെക്ട് ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. തന്നെ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യാൻ കൂടുതലുണ്ട്. ഏറ്റവും ട്രാഫിക് കുറഞ്ഞ ഭാഗ്യം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോവുകയാണ്, അല്ലാതെ ലോങ് ഒന്നും പോയിട്ടില്ല ടു ബി ഫ്രാങ്ക്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ഈ ഒരു നേരത്തെ പറഞ്ഞ ഘട്ടത്തിൽ കുറച്ച് സ്റ്റിയറിംഗ് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് സ്പോട്ടിലിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ഹയർ സ്പീഡിലെത്തുമ്പോൾ ഒരു ലൈറ്റ്നെസ് ഫ്രണ്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഈസ് വെരി ഗുഡ്. കുറച്ച് ടൈറ്റ് ഉണ്ട്. ആ ടൈറ്റ് ശരിക്കും ആ ഒരു ഫ്രണ്ടിലെ ലൈറ്റ്നെസ് ഒഴിവാക്കുന്ന രീതിയിലാണ്. കാരണം ഇതിൽ ഫ്രണ്ടിൽ മോട്ടർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ്നെസ് ഒഴിവാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു കോൺഫിഡൻസും കൺട്രോളും ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പം ഫ്രണ്ട് മോട്ടർ വരുമ്പോൾ ഡെഫിനറ്റ്ലി വെയിറ്റ് വരും. ആ വെയിറ്റ് കൂടെ ആകുമ്പോൾ ഇത് നല്ല സോർട്ടഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത കാര്യമുള്ളത് സസ്പെൻഷനാണ്, വിച്ച് അഗെയിൻ കാറ് ലോ സിറ്റിംഗ് കാറാണ്. എയറോഡൈനാമിക്സ് നല്ലോണം ഉള്ള വണ്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ സിറ്റിംഗ് കാറാണ്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പൊതുവേ കുറവാണ്. പക്ഷെ ഞാൻ വളരെ കെയർഫുള്ളായിട്ടാണ് അങ്ങനത്തെ സ്ഥലത്ത് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാനൊരു സ്ഥലം ഇവിടെ ഇപ്പോൾ തന്നെ ഒരു വീഡിയോയിൽ കാണാവുന്നൊരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ വൈറ്റില കഴിഞ്ഞ് മരടിൻ്റെ ആ ബ്രിഡ്ജിൽ തന്നെ ഒരു ജോയിൻറ്റ് ഏരിയ ഉണ്ട്. അപ്രോച്ച് കഴിഞ്ഞ് ബ്രിഡ്ജിൽ അവിടെ ശരിക്കും നല്ലൊരു ഷാർപ്പായിട്ട് നിൽക്കുന്നത്. ചില വണ്ടികൾ എനിക്ക് അവിടെ അടി തട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുത്തപ്പോൾ അടിയും തട്ടിയിട്ടില്ല. വേറെ ഹമ്പുകളിലും മറ്റിടത്തെല്ലാം ശ്രദ്ധിച്ചിരുന്നതാണ്. എക്സാക്ട്ലി ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു എടുക്കൽ ഇത് കുറച്ച് സ്പീഡിലാകുമ്പോൾ പല വണ്ടികളും ബൗൺസ് ചെയ്ത് അടി തട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത വണ്ടികളിലും തട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്നും തന്നെ തട്ടിയിട്ടില്ല. പ്രാക്ടിക്കലി അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല.
ഹമ്പുകളാണെങ്കിലും ഇല്ല. ഇപ്പം നമ്മുടെ അടുത്ത് താമസിച്ച ഹോട്ടലിലേക്കുള്ള റാമ്പ് കുറച്ച് കയറിയിട്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു. ഓവർ ഹാങ്സിനെ കൊണ്ടുള്ള പ്രശ്നമില്ല, ഓവർ ഹാങ് ചെറുതായതുകൊണ്ട് തന്നെ അങ്ങനെ തട്ടുന്നില്ല. ഈ ഒരു വീൽ ബേസിന് ഇടക്കുള്ള ഭാഗം നമ്മൾ സാധാരണ ബ്രേക്ക് ഓവർ ആങ്കിൾ എന്ന് പറയും, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇതുവരെ തട്ടിയിട്ടില്ല എന്നതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കേണ്ട, ശ്രദ്ധിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവില്ല. സസ്പെൻഷൻ്റെ ഒരു സോഫ്റ്റ്നെസ് ആ റൈഡിന് ഗുണം ചെയ്യുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ അത് ശരിക്കും ഫ്രണ്ടിലാണെങ്കിലും ബാക്കിൽ ഇരുന്നിട്ടും ശരിക്കും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് കാറ്റഗറിയിലുള്ള വണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഷോഫർ ഡ്രൈവൺ ആൾക്കാരുണ്ടാവും. ഷോഫർ ഡ്രൈവൺ കം സ്വന്തം ഡ്രൈവിംഗ് ആയിരിക്കും മിക്കവാറും. അപ്പോൾ അങ്ങനെ ആ ഷോഫർ ഡ്രൈവൺ കേസിൽ ബാക്കിൽ സ്പേസും കാര്യം സീറ്റെല്ലാം കംഫർട്ടബിൾ ആണെങ്കിലും റൈഡ് മോശമായാലൊരു കാര്യമില്ല. അപ്പോൾ അതിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ എടുത്ത് ചാടുന്നൊന്നും ഉണ്ടായിരുന്നില്ല. സെൻട്രൽ ഓഫ് ഗ്രാവിറ്റി കൂടുതലാണ് ബാറ്ററി നടുവിൽ വരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു കംഫർട്ട് ആംഗിളിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെയുള്ള റിഫൈൻമെൻറ്റ് പാർട്ട് സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് ആയിട്ട് ഫുള്ള് ക്വയറ്റായിരിക്കും. പക്ഷെ ഈ ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ അടുത്ത് പാസ് ചെയ്തിട്ട് പോലെ ആ അക്വസ്റ്റിക് ലെവൽ ചെയ്തിരിക്കുന്ന വേ അതിൻ്റെ ഒരു സൗണ്ട് മാക്സിമം പുറത്തേക്ക് കളയുന്ന രീതിയിലുള്ളത്, വിച്ച് ഇസ് എഗെയിൻ എ പോസിറ്റീവ് തിങ്. നെഗറ്റീവ് തിങ് ദർ ആർ ഫ്യൂ ആക്ച്വലി. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഹയർ സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിംഗിൽ ഒരു കോൺഫിഡൻസ് മിസ്സാകുന്ന കാര്യം. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത് ഫ്രണ്ട് വീൽ ഡ്രിവൺ അല്ലാത്തതും കൂടി ആയിരിക്കും. രണ്ട്, ഈ പറഞ്ഞ ഒരു സ്ക്രീൻ ഇസ് സോ ബിഗ്, ഇറ്റ്സ് ഗുഡ്, ബട്ട് കുറച്ചൊരു ഡിസ്ട്രാക്റ്റീവ് ആണ്. കാരണം ഇത്രയും ലൈറ്റും കാര്യമില്ല, നമ്മൾ ശ്രദ്ധ അങ്ങോട്ട് വരും. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഓരോ സംഗതിക്കും നമ്മൾ കൺട്രോളിൽ സ്ക്രീൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ട്. അതായത് ഇപ്പോൾ ഫാൻ അങ്ങനത്തെ നമ്മൾ ഓടിക്കുമ്പം ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. ഈവൻ നമ്മൾ എയർ വെൻറ്റിൻ്റെ സംഗതിയെല്ലാം ഭയങ്കര രസമെല്ലാം ഇതെല്ലാം കൺട്രോൾ. പക്ഷേ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്ത ശീലം ഇവിടുന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ലെവൽ മാറ്റണമെങ്കിൽ. അപ്പോൾ അതിനെല്ലാം തന്നെ നമ്മളിവിടെ സ്ക്രീൻ ഡിപ്പെൻഡ് ചെയ്യണം. സ്ക്രീൻ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. കാരണം നമ്മൾ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് തൊട്ടില്ലെങ്കിൽ മൊത്തത്തിൽ തെറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഏത് വണ്ടിക്കാണെങ്കിലും അതൊരു ഡ്രോബാക്കാണ്. നമ്മൾ അറ്റൻഷൻ കുറേ സ്ക്രീനിലേക്ക് പോകുന്ന ഇറ്റ്സ് ആക്ച്വലി ഡേഞ്ചറസ്. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നിൽക്കുന്ന കാര്യമാണ്. പിന്നെ അഡപ്പ് ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്ലിയറിലാണ്. പക്ഷേ നമ്മളിപ്പോൾ റൈസ് ഗ്ലാസ് ഇടുമ്പോൾ ഒരു വസ്തു കാണാത്ത കാര്യമല്ല. എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോൺ സൈസ് കുറച്ച് വലുതായതുകൊണ്ട് അഗെയിൻ കുറച്ചൊരു ഡിസ്ട്രാക്റ്റീവായിട്ട് തോന്നി. കുറച്ചുകൂടി ചെറുതാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. പിന്നെ ഫ്രണ്ടിലെ സീറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ തൈ സപ്പോർട്ട് കുറവുള്ളത്. സീറ്റ് കംഫർട്ടബിൾ ആണ്. ചിലർക്ക് ഈ ബോൾസ്റ്റേഴ്സ് എല്ലാം ഞാൻ ചില റിവ്യൂവിൽ കണ്ടിരുന്നു ഭയങ്കര ബോൾഡായിരുന്നു. പക്ഷേ എനിക്കൊന്നും നമ്മളെ തടിക്കുള്ളത് ഓക്കെ ആയതുകൊണ്ടായിരിക്കണം ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. ബട്ട് തൈ സപ്പോർട്ട് കുറച്ചുകൂടെ വേണമായിരുന്നു എന്നുള്ളത് ഞാൻ അവിടെ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. ഇറ്റ്സ് നോട്ട് ദർ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ടിൻ്റെ ഒരു മിസ്സിങ് എലമെൻറ്റ് ഇസ് ദർ, എസ്പെഷ്യലി ഓൺ ദ ഫ്രണ്ട്. ഇപ്പോൾ ലോങ് എല്ലാം പോകുമ്പോഴായിരിക്കും അതൊരു ഇൻകൺവീനിയൻ്റ് ആയിട്ട് വരിക. റിയറിലേക്ക് അത് അത്ര ഫീൽ ചെയ്തിരുന്നില്ല. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ റിയറിൽ ആകെ പ്രശ്നം കാലുള്ളിലോട്ടേക്ക് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള സീറ്റില്ല. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. അഗെയിൻ ബാക്ക് ടു ദ സെയിം ട്രാഫിക് സിഗ്നൽ. അതാണ് അപ്പ് ആൻഡ് ഡൗൺ ഓടിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഏതായാലും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളൊരു റിവ്യൂ ടൈപ്പിൽ അങ്ങനെ ഓടിച്ചിട്ടില്ല. ഐ ബി ഡൺ ലൈക്ക് അറൗണ്ട് കിട്ടുന്ന സമയത്തുള്ള ഓക്കെ അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഐ ഹവ് ഡൺ അറൗണ്ട് 50 കിലോമീറ്റേഴ്സ് നൗ. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അല്ല അത്രേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഇനഫ്. ഒരു 100 കിലോമീറ്ററെങ്കിലും ഓടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കൺസിഡർ ദിസ് എ ഫസ്റ്റ് ഡ്രൈവ്. പക്ഷേ BYD ആസ് എ ബ്രാൻഡ് ബിൽഡ് യുവർ ഡ്രീം. ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ബിൽഡ്. പല ഡ്രീമുകളും ബിൽഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ്. ഗ്ലോബലി ഹൈലി റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിൽ അഗൈൻ പൊളിറ്റിക്കൽ സീസണാണ്. പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആർ ദർ വിത്ത് ചൈന. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചൈനീസ് പ്രോഡക്റ്റിനും ബോയ്ക്കട്ടേഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതെല്ലാം പൊളിറ്റിക്കലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആസ് എ പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യണം. ഞാൻ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളായിട്ടും പറയില്ല, അതുപോലെ തന്നെ ചൈന സപ്പോർട്ട് ചെയ്ത് പറയില്ല. ആസ് എ പ്രോഡക്റ്റ് ഒരു കാർ ഇറങ്ങിയതുകൊണ്ട് കാറിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പം പലരും ഗാഡ്ജറ്റ്സിൽ തന്നെ പല ബ്രാൻഡുകളും ചൈനീസ് ആണ് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് പറയുന്നുള്ളൂ. അതുകൊണ്ട് മുദ്ര കുത്തേണ്ട ഒരു രീതിയിലുള്ള എന്തായാലും ഈ ഒരു സംഗതി ആസ് എ ബ്രാൻഡ് ഗ്ലോബലി ഇതിൻ്റെ ഒരു ഗ്രോത്ത് ശരിക്കും ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ജേർണലിസ്റ്റുകൾ കണ്ടപ്പോഴും അതുപോലെ തന്നെ കഴിഞ്ഞ WCOT ഇതെല്ലാം കഴിഞ്ഞപ്പോഴും ഈവൻ മിഡിൽ ഈസ്റ്റിലെല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ബ്രാൻഡ് ഈസ് ഗ്രോയിങ് ഫാസ്റ്റ്. അപ്പോൾ അത് ഈ ഒരു വണ്ടിയിലുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വശം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ബ്രാൻഡ് ഗ്രോസ് ദ ഈറ്റ് അപ്പ് ദ അതേഴ്സ് എന്നുള്ള പറയാം. ഇന്ത്യയിൽ പെട്ടെന്ന് ആ ത്രെട്ട് ഉണ്ടാവില്ലെങ്കിലും ഗ്ലോബലി BYD ഒരു ത്രെട്ടായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഇസ് അനദർ നെഗറ്റീവ് പാർട്ട് ഓഫ് ദാറ്റ്. ബട്ട് ഓൺ ദ പോസിറ്റീവ് എൻഡ് ദേ മേക്കിംഗ് ഗ്രേറ്റ് കാർസ് ആൻഡ് ദിസ് വൺ ദേ പ്രൈസ്ഡ് ഇറ്റ് പ്രോപ്പർലി എന്ന് പറയാം. കാരണം കഴിഞ്ഞ Atto 3ക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് പ്രൈസിങ് ആയിരുന്നു. ബട്ട് ദിസ് വൺ ദേ പ്രോപ്പർലി പ്രൈസ്ഡ്
and only 4 color options are there, but all are looking good. I really like the black one, especially for this color. Having said all this, I quite like this car, but still ഞാൻ എൻ്റെ ഒരു മനസ്സ് വെച്ചിരിക്കുന്ന പെർഫോമൻസ് മോഡലാണ്. അപ്പോൾ അതായിരിക്കും എൻ്റെ ഫൈനൽ വേർഡിക്റ്റിലേക്ക് ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ ഫൈനൽ വേർഡിക്റ്റിലേക്ക് എത്തുന്നത്. അതർവൈസ് വിത്ത് ദിസ് ക്വൈറ്റ് എ ഗുഡ് ബെറ്റ്, ക്വൈറ്റ് എ ഗുഡ് ഡീൽ. നല്ല റേഞ്ചും ക്ലെയിംഡ് കിട്ടാവുന്ന റേഞ്ച് എന്നുള്ള സംഭവം വെച്ചാണ് ദാറ്റ്സ് എ വെരി വാല്യൂ ഫോർ മണി കാർ. ഓക്കെ, അടുത്ത എൻലെസ് സിഗ്നൽ കഴിഞ്ഞ് എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടാലും വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. നമുക്ക് മാക്സിമം റീച്ച് കാര്യങ്ങൾ കയറുമ്പോൾ നമുക്കതൊരു ആവേശമാണ്. ആ ആവേശത്തിന് മേലെ ഞാൻ കൂടുതൽ ആവേശകരമായിട്ടുള്ള വണ്ടികൾ കൊണ്ടുവരും. ഇന്നിപ്പോൾ ആവേശത്തിൻ്റെ കാലമായതുകൊണ്ട് നമുക്ക് ആവേശപൂർവ്വമായിട്ട് ഈ ഒരു റിവ്യൂ എൻഡ് ചെയ്യാം. അടുത്തവണ മറ്റൊരു ആവേശകരമായിട്ട് വണ്ടി കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.